So first and foremost, go to Google and type UK citizenship application form online. Okay, this will direct you directly into the government's official website. അതിൽ കിടപ്പുണ്ടാവും ഈ പറയുന്ന അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ് ഇഫ് യു ഹാവ് ILR എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്നത് ലിങ്ക്. ഓക്കെ, അത് ഗവൺമെൻറ് ഒഫീഷ്യൽ പേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അപ്പോൾ ഈ പേജ് തുറക്കുമ്പോൾ തന്നെ അവിടെ ആദ്യം വരുന്ന ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് സ്വയമേ ചെയ്യാം, അല്ലാതെ ഏജൻറ്റിനെ ഉപയോഗിച്ചും ചെയ്യാം. ഞാനിവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ബൈ മൈസെൽഫ് ആണ് ചെയ്യുന്നത്. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് ഫിൽ ഇൻ ദ ഫോം ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബിറ്റിനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം ദ നെക്സ്റ്റ് തിങ് ദേ ആസ്ക് ഇസ് യുവർ ലൊക്കേഷൻ, ദാറ്റ് ഇസ് വെദർ ഇഫ് യു ആർ വിത്തിൻ ദി UK or you are outside the UK when you are applying for this process. So I said yes, inside ആണെന്ന്. And then click next. നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ അപ്ലൈ ഫോർ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ. അപ്പോൾ ആദ്യത്തെ ബിറ്റൊക്കെ നിങ്ങളൊന്ന് വായിക്കുക. അതിനുശേഷം അവർ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈഫ് ഇൻ ദി UK ടെസ്റ്റും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എന്താ പറയുന്നത് ടെസ്റ്റ് റിസൾട്ടും കാണിക്കണം. ഇത് രണ്ടും നമ്മൾ ആദ്യമേ തന്നെ ദാറ്റ് ഇസ് PR മുന്നേ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണല്ലോ നമ്മൾ PR പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സെയിം റിസൾട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണ്ടിയത് 2 റെഫറീസ് ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. നെക്സ്റ്റ് അവർ പറയുന്നത് രജിസ്റ്റർ ആൻഡ് ഇമെയിൽ ആണ്. ഓക്കെ, സോ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ആൻഡ് ദെൻ ക്രിയേറ്റ് എ പാസ്വേഡ്. അത് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ വരും. നമ്മൾ ഇമെയിലിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്നത് ഹൂ ഡസ് ദിസ് ഇമെയിൽ ബിലോങ് ടു. സോ ഇത് എൻ്റെ ഇമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ദി ആപ്ലിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അടുത്ത് വന്നേക്കുന്നത് ഇമിഗ്രേഷൻ അഡ്വൈസറിനെ പറ്റി ചോദിച്ചിട്ടാണ്. ഡു യു ഹാവ് എൻ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദി UK? Since I'm doing it by myself, I clicked no and save and continue. Then comes applicant, that is apply for naturalization as a British citizen, the applicant. Not started എന്നാണ് കിടക്കുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി ആൻസർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് are you completing this form on behalf of someone else? I selected no ആൻഡ് സേവ് ആൻഡ് കണ്ടിന്യൂ. അതിനുശേഷം നമ്മുടെ പേരാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് നെയിമും ഗിവൻ നെയിമും എല്ലാം സർ നെയിമും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫിൽ ഇൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗോ ടു ദ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് അവർ ചോദിച്ചേക്കുന്നത് ഇൻ അഡീഷൻ ടു ദ നെയിംസ് ഓൾറെഡി പ്രൊവൈഡഡ് ആർ യു നൗ ഓർ ഹാവ് യു എവർ ബീൻ നോൺ ബൈ അനദർ നെയിം. എൻ്റെ കേസിൽ നോ എന്നാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. നെക്സ്റ്റ് ക്യാൻ വി കോൺടാക്ട് യു ബൈ ദിസ് ഇമെയിൽ. അപ്പോൾ ഞാൻ യെസ് എന്നാണ് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ടെലിഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ട് വേർ ഡു യു യൂസ് ദിസ് ടെലിഫോൺ നമ്പർ. സോ ഫോർ യൂസ് വൈൽസ്റ്റ് ഇൻ ദി UK എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറൻറ്റ് അഡ്രസ്സ് പോസ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുക. ഇസ് ദിസ് വൈ യു ലിവ്? ഞാൻ യെസ് എന്നാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഒരു പോപ്പപ്പ് ക്വസ്റ്റ്യൻ വരും, വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലിവിങ് അറ്റ് ദിസ് അഡ്രസ്. അപ്പോൾ ഞാൻ എൻ്റെ മന്തും ഇയറും ഫിൽ ഇൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹാവ് യു ലിവ്ഡ് അറ്റ് ദിസ് കറൻറ്റ് അഡ്രസ് ഫോർ 5 years? എൻ്റെ കേസിൽ നോ ആയിരുന്നു. അപ്പോൾ തന്നെ അവർ ചോദിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാമല്ലോ, പ്രീവിയസ് അഡ്രസ്സാണ്. അപ്പം പ്രീവിയസ് അഡ്രസ്സസ് പ്രൂവിങ് യുവർ 5 years സ്റ്റേ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന സമയം തുടങ്ങിയുള്ള അഡ്രസ്സസ് അവർ ചോദിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വെച്ച് തുടങ്ങണം കേട്ടോ. ഓക്കെ, അതിനുശേഷം അവരപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ഫ്രം ഡേറ്റും ടു ഡേറ്റും പിന്നെ പ്രീവിയസ് അഡ്രസ്സും ടൗണും പോസ്റ്റ് കോഡും. അങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്തതിന് ശേഷം അഡീഷണൽ പ്രീവിയസ് അഡ്രസ്, ഡു യു നീഡ് ടു ആഡ് അനദർ അഡ്രസ് ഫ്രം ദ ലാസ്റ്റ് 5 years. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എല്ലാ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നോന്ന് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് സിറ്റിസൺഷിപ്പ് സെർമണീനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അവർ ചോദിക്കുന്നത് സെലക്ട് എ കൗൺസിൽ ഫ്രം ദ ലിസ്റ്റ് ബിലോ വേർ യു വുഡ് ലൈക്ക് ടു അറ്റൻഡ് യുവർ സെർമണി. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട് കൗൺസിലിൻ്റെ. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കൗൺസിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ നോർത്ത് യോർക്ക്ഷയർ ആണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൗൺസിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. മൂവിങ് ഫോർവേഡ്, നെക്സ്റ്റ് പേജിൽ അവർ ചോദിച്ചേക്കുന്നത് വാട്ട് ഇസ് യുവർ സെക്സ് ആസ് ഷോൺ ഇൻ യുവർ പാസ്പോർട്ട് ഓർ ട്രാവൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ചോദിച്ചിട്ടുണ്ട്, അതും നമ്മൾ കൊടുക്കുക. അടുത്ത പേജിൽ അവർ ചോദിക്കുന്നത് നാഷണാലിറ്റി, കൺട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നമ്മുടെ നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയാണല്ലോ. സോ ഇന്ത്യ കൊടുക്കുക. കൺട്രി ഓഫ് ബർത്ത് നമ്മൾ ഫിൽ ഇൻ ചെയ്യുക, പ്ലേസ് ഓഫ് ബർത്ത് ഫിൽ ഇൻ ചെയ്യുക ആൻഡ് ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക.
അടുത്ത പേജിൽ യുവർ പാസ്പോർട്ട് ഇന്ത്യ. സോ ക്യാൻ യു പ്രൊവൈഡ് എ വാലിഡ് പാസ്പോർട്ട്? യെസ് ക്ലിക്ക് ചെയ്യുക. പാസ്പോർട്ടിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്, ഇഷ്യൂയിങ് അതോറിറ്റി ചോദിക്കുന്നുണ്ട്, ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും നമ്മളവിടെ കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഡു യു ഹാവ് എ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. അപ്പം അവിടെ പറയുന്നുണ്ട് ദിസ് ഇൻക്ലൂഡ്സ് എക്സ്പയർഡ് BRPs ഇഫ് ദി എക്സ്പയറി ഡേറ്റ് വാസ് ലെസ് ദാൻ 18 months എഗോ. സോ എൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇത് ലെസ് ദാൻ 18 months ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ യെസ് എന്ന് കൊടുത്തിട്ട് അവരോടനെ അവരെൻ്റെ BRP നമ്പർ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ കൊടുത്തു. അത് കഴിയുമ്പോൾ ഡു യു ഹാവ് എ വാലിഡ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്, അപ്പം ഞാൻ നോ എന്നാണ് കൊടുത്തത്. യുവർ അതർ നാഷണാലിറ്റീസ്, ഡു യു കറൻ്റ്ലി ഹോൾഡ് ഓർ ഹാവ് you ever held any other nationality or citizenship? എൻ്റെ കേസിൽ നോ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ബീൻ ഗ്രാൻറ്റഡ് ഇൻഡെഫിനിറ്റ് ലീവ് ടു എൻറ്റർ ഓർ റിമെയിൻ ഇൻ ദി UK? എൻ്റെ കേസിൽ യെസ് എന്ന് പറഞ്ഞു ഞാൻ. ആൻഡ് ദെൻ ഡേറ്റ് നമുക്ക് എന്നാണോ ആ ഇമെയിൽ നമുക്ക് കിട്ടിയത് അത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തു. അടുത്ത ILR ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാസ് യുവർ ILR ഗ്രാൻറ്റഡ് അണ്ടർ ദ EU സെറ്റിൽമെൻറ്റ് സ്കീം? ഞാൻ നോ എന്നാണ് ക്ലിക്ക് ചെയ്തത്. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ്, നമ്മുടെ BRPയുടെ പുറകെയുള്ള നമ്പർ നമ്മളവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈഫ് ഇൻ ദി UK ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹാവ് യു പാസ് ദി ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്? ഞാൻ യെസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട് എൻറ്റർ യുവർ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് യൂണിക് റെഫറൻസ് നമ്പർ. നമ്മൾ എക്സാം പാസ് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇമെയിലിൽ പാസ് റിസൾട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന നമ്പറും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പർ നമ്മളിവിടെ ഒരു തെറ്റും കൂടാതെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് പേജിൽ അവർ ചോദിക്കുന്നത് ഡു യു ഹാവ് എ പ്രീവിയസ് വിസ, എൻട്രി ക്ലിയറൻസ് ഓർ ലീവ് ടു റിമെയിൻ വെയർ യു ഹാഡ് ടു പ്രൂവ് യുവർ നോളജ് ഓഫ് ഇംഗ്ലീഷ്? ഞാൻ യെസ് എന്ന് ക്ലിക്ക് ചെയ്തു. ആൻഡ് ദെൻ ടെൽ us the previous visa, entry clearance or leave to remain you had. അപ്പോൾ ഞാനിവിടെ സ്കിൽഡ് വർക്കർ വിസ എന്നാണ് അടിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഡ് യു മീറ്റ് ദ നോളജ് ഓഫ് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ആസ് പാർട്ട് ഓഫ് ദി ILR മെയ്ഡ് on or after 28th October 2013? ഞാൻ യെസ് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിഗ്രി taught in English. Do you have a degree that was taught in English? Yes. Country your degree was taught in? അപ്പോൾ ഞാൻ അവിടെ ഇന്ത്യ എന്ന് കൊടുത്തു. അതിനുശേഷം അവർ ചോദിക്കുന്നത് does your degree meet the English language requirement for this visa? ഞാൻ യെസ് എന്ന് ക്ലിക്ക് ചെയ്തു. ആൻഡ് ദെൻ proof of your degree. So what will you use to prove your degree taught in English? ഇപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടെ ക്ലിക്ക് ചെയ്തത് കേട്ടോ, അതാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി അവർ ചോദിക്കുന്നത് നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 2 പേരൻസിൻ്റെ ഡീറ്റെയിൽസും അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദിസ് പേഴ്സൺസ് റിലേഷൻഷിപ്പ് ടു യു? അപ്പം മദർ ആണെങ്കിൽ മദർ, ഫാദർ ആണെങ്കിൽ ഫാദർ. ഓരോ പേരൻസിൻ്റെയും അവരുടെ ഗിവൻ നെയിമും ഫാമിലി നെയിമും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ടൗൺ ഓഫ് ബർത്ത് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. കൺട്രി ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, കൺട്രി ഓഫ് നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, ഹാവ് ദേ ഓൾവേസ് ഹാഡ് ദ സെയിം നാഷണാലിറ്റി എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തു. അടുത്ത സെക്ഷനിൽ അവർ ചോദിക്കുന്നത് അറ്റ് എനി ടൈം ഹാവ് യു എവർ ഹാഡ് എനി ഓഫ് ദ ഫോളോയിങ് ഇൻ ദി UK ഓർ ഇൻ അനദർ കൺട്രി? അപ്പം ഞാൻ എൻ്റെ കേസിൽ നോ എന്നാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അടുത്ത സെക്ഷനിൽ അവർ ചോദിക്കുന്നത് ഐ യു ഓൺ ദ സെക്സ് ഒഫൻഡേഴ്സ് രജിസ്റ്റർ ഓർ ഹാവ് യു ബീൻ ഗിവൻ എനി ഓഫ് ദ ഫോളോയിങ്? ഞാൻ നോ എന്നാണ് സെലക്ട് ചെയ്തത്. ആൻഡ് ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ്, ഹാവ് യു എവർ ബീൻ ഡിക്ലെയർഡ് ബാങ്ക്രപ്റ്റ്? എൻ്റെ കേസിൽ ഞാൻ നോ എന്നാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. അടുത്തതായി അവർ ചോദിക്കുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഡു യു ഹാവ് എനി ഡിപ്പെൻഡൻസ് നോട്ട് അപ്ലൈയിങ് വിത്ത് യു അറ്റ് ദിസ് ടൈം? എൻ്റെ കേസിൽ യെസ് എന്നാണ്, കാരണം എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ചെയ്യുന്നില്ല. അപ്പം യെസ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് ചോദിക്കുന്നത് have any of these non-applying dependents been convicted of an offence or received a court order? ഞാൻ നോ എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, വാർ ക്രൈംസിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ either peace or war times have you ever been involved in or suspected of involvement in war crimes? ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നോ എന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. അടുത്ത സെക്ഷനിൽ അവർ ചോദിക്കുന്നത് ഹാവ് യു എവർ ബീൻ ഇൻവോൾവ് ഇൻ സപ്പോർട്ടഡ് ഓർ എൻകറേജ്ഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്? ഓക്കെ, അപ്പോൾ ഞാൻ നോ എന്നാണ് ക്ലിക്ക് ചെയ്തത്. ഹാവ് യു എവർ ബീൻ എ മെമ്പർ ഓഫ് ഓർ ഗിവൻ സപ്പോർട്ട് ടു ഓർ ഓർഗനൈസേഷൻ വിച്ച് ഹാസ് ബീൻ കൺസേൺഡ് ഇൻ ടെററിസം? നോ സെലക്ട് ചെയ്തു.
അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു ബൈ എനി മീൻസ് ഓർ മീഡിയം എക്സ്പ്രസ്ഡ് വ്യൂസ് ദറ്റ് ജസ്റ്റിഫൈ or glorify terrorist violence or that may encourage others to commit terrorist or other serious criminal acts? ഞാൻ നോ എന്നാണ് സെലക്ട് ചെയ്തത് ആൻഡ് സേവ് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, പേഴ്സൺ ഓഫ് ഗുഡ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ആസ് എ പാർട്ട് ഓഫ് യുവർ എംപ്ലോയ്മെൻറ്റ് ഓർ അതർവൈസ് അണ്ടർടേക്കൻ പെയ്ഡ് ഓർ അൺപെയ്ഡ് ആക്ടിവിറ്റി ഓൺ ബിഹാഫ് ഓഫ് എ നോൺ UK government which you know to be dangerous to the interest or national security of the UK or its allies? അപ്പം ഞാൻ നോ എന്നാണ് സെലക്ട് ചെയ്തത്. അടുത്തത്, ഹാവ് യു എവർ എൻഗേജ്ഡ് ഇൻ എനി അതർ ആക്ടിവിറ്റീസ് വിച്ച് മൈറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് യു മേ നോട്ട് ബി കൺസിഡേർഡ് ടു ബി എ പേഴ്സൺ ഓഫ് ഗുഡ് ക്യാരക്ടർ? ഞാൻ നോ സെലക്ട് ചെയ്തു. ദെൻ കംസ്, ഈസ് ദർ എനി അതർ ഇൻഫർമേഷൻ അബൌട്ട് യുവർ ക്യാരക്ടർ ഓർ ബിഹേവിയർ വിച്ച് യു വുഡ് ലൈക്ക് ടു മേക്ക് അസ് അവെയർ ഓഫ്? നോ എന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. നമ്മൾ ആദ്യമേ കണ്ടല്ലോ, ഈ ഒരു സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിൽ നമ്മൾ 2 റെഫറീസിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കാണാൻ പോകുന്ന ഫസ്റ്റ് റെഫറിയുടെ ഡീറ്റെയിലാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് റെഫറിയുടെ ബേസിസിൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് റെഫറിയുടെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ്, ഇറ്റ് ഷുഡ് നോട്ട് ബി എ റിലേറ്റീവ്, സോളിസിറ്റർ ഓർ ഏജൻറ്റ് ഓഫ് ദി ആപ്ലിക്കൻറ്റ്, നോട്ട് ബി റിലേറ്റഡ് ടു ദി അതർ റെഫറി, നോട്ട് ബി എംപ്ലോയിഡ് ബൈ ദ ഹോം ഓഫീസ്, നോ ഓർ ഹാവ് നോൺ ദി ആപ്ലിക്കൻറ്റ് പേഴ്സണലി ഫോർ മോർ ദാൻ 3 years, they are willing to give full details of their knowledge of the applicant, and last, advise the Home Office of any reason why the applicant should not be registered. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് റെഫറിയുടെ കാര്യത്തിൽ അവർ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരാളുടെ പേര് വേണം നമ്മൾ, ഡീറ്റെയിൽസ് വേണം നമ്മൾ ഫസ്റ്റ് റെഫറിയുടെ അണ്ടറിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റ് റെഫറിയുടെ ക്രൈറ്റീരിയയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ യുവർ ഫസ്റ്റ് റെഫറി ഷുഡ് ബി എ ബ്രിട്ടീഷ്, കോമൺവെൽത്ത് ഓർ ഐറിഷ് സിറ്റിസൺ who is either a professional person or over the age of 25. If you or a child are living abroad, a citizen of the country in which you are residing may complete and sign the form providing they have professional standing in that country and have known you for 3 years. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വേണം നമുക്ക് ഈ ഒരു ഫസ്റ്റ് റെഫറിയുടെ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. റെഫറിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഫസ്റ്റ് തിങ് ടൈറ്റിൽ, ഗിവൻ നെയിം, ഫാമിലി നെയിമാണ്. അതിനുശേഷം ചോദിക്കുക അവർ ഏത് ജെൻഡറാണ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സിനെ പറ്റി പറയുമ്പം പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് ആ അഡ്രസ്സിൽ 3 years കൂടുതൽ നിന്നിട്ടുണ്ടോയെന്ന്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അതിന് മുന്നേ താമസിച്ച അഡ്രസ്സ് ചോദിച്ച് അത് ഫില്ലിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, ഇമെയിൽ അഡ്രസ്സ്, വാട്ട് ഇസ് ദെയർ പ്രൊഫഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഡസ് യുവർ റെഫറി ഹാവ് എ ബ്രിട്ടീഷ് പാസ്പോർട്ട്? ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ ഉടനെ അവരുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് നമ്പർ ചോദിക്കും കേട്ടോ, അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത്, ഹൗ ഡസ് ദ റെഫറി നോ ദി ആപ്ലിക്കൻറ്റ്? കൊളീഗ് ആകാം അല്ലെങ്കിൽ ഫ്രണ്ട് ആവാം. സോ വാട്ട് എവർ അപ്ലൈസ് ഇൻ യുവർ സിറ്റുവേഷൻ അത് ഫില്ലിൻ ചെയ്ത് കൊടുക്കുക. Your second referee must be a person of any nationality who has professional standing. For example, a minister of religion, civil servant, teacher, nurse, pharmacist, bank official, അങ്ങനെ ഏതൊരു പ്രൊഫഷണൽ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന ഒരാളായാലും മതി, ഓഫ് എനി നാഷണാലിറ്റി. ഓക്കെ, ഇനി സെക്കൻഡ് റെഫറിയുടെ ഡീറ്റെയിൽസ് ഫില്ലിൻ ചെയ്യുക. ഫസ്റ്റ് റെഫറിയിൽ നമ്മൾ ഫില്ലിൻ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് സെക്കൻഡ് റെഫറിയുടെ കാര്യത്തിലും ചോദിക്കുന്നത്. ഓക്കെ, next, previous applications. Have you made any previous UK immigration applications in the UK or abroad? ഞാൻ നോ എന്നാണ് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ കറൻറ്റ് പാർട്ട്ണറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ നെയിം ഓഫ് യുവർ കറൻറ്റ് പാർട്ട്ണർ? ഗിവൻ നെയിം ചോദിക്കുന്നുണ്ട്, സർ നെയിം. അതിനുശേഷം ഈസ് ദ പാർട്ട്ണർ നോൺ ബൈ എനി അതർ നെയിം, അത് ഫില്ലിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് നാഷണാലിറ്റി ഓഫ് യുവർ പാർട്ട്ണറാണ്, അതും ഫില്ലിൻ ചെയ്ത് കൊടുക്കുക. അടുത്തതായി അവർ ചോദിക്കുന്നത്, ഈസ് യുവർ പാർട്ട്ണർ എ നാച്ചുറലൈസ്ഡ് ബ്രിട്ടീഷ് സിറ്റിസൺ? എൻ്റെ കേസിൽ ഞാൻ നോ എന്നാണ് കൊടുത്തത്, കാരണം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും ഇന്ത്യൻ സിറ്റിസനാണ്. പിന്നെ പാർട്ട്ണറുടെ ടൗൺ ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്, പാർട്ട്ണറുടെ അഡ്രസ്സ്, അതെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പാസ്പോർട്ടിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഫില്ലിൻ ചെയ്യുക. അടുത്തതായി അവർ ചോദിക്കുന്നത്, വെൻ ഡിഡ് യു മാരി ഓർ എൻറ്റർ എ സിവിൽ പാർട്ട്ണർഷിപ്പ്? അത് നമ്മുടെ വെഡിങ് ഡേറ്റ് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത്, വേർ ഡിഡ് യു മാരി ഓർ എൻറ്റർ എ സിവിൽ പാർട്ട്ണർഷിപ്പ്? ഞാൻ എൻ്റെ കേസിൽ ഇന്ത്യ എന്നാണ് കൊടുത്തത്. ഹാവ് യു പ്രീവിയസ്ലി ബീൻ മാരിഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കേസിൽ നോ എന്നാണ് സെലക്ട് ചെയ്തത്. ദെൻ ഡു യു ഹാവ് എനി ചിൽഡ്രൻ ഹൂസ് ബർത്ത് പാരൻറ്റ് ഇസ് നോട്ട് യുവർ പാർട്ട്ണർ? ഞാൻ എഗെയിൻ നോ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി വരുന്നത് കറണ്ട് എംപ്ലോയ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസിനെ പറ്റി ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രജിസ്റ്റേർഡ് നേഴ്സ് എന്നാണ് കൊടുത്തത്. യുവർ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എംപ്ലോയി എന്ന് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ എംപ്ലോയറിൻ്റെ പേര്, ദാറ്റ് ഈസ് നമ്മുടെ ട്രസ്റ്റിൻ്റെ പേര് കൊടുക്കുക, പിന്നെ അഡ്രസ്സ് കൊടുക്കുക, അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന സ്റ്റാർട്ട് ഡേറ്റ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ കറക്റ്റ് ഈ ട്രസ്റ്റുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്നാണോ അത് കൊടുക്കുക. ടാക്സ് ഓഫീസ് റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്, ആൻഡ് ദിസ് ക്യാൻ ബി ഫൗണ്ട് ഓൺ യുവർ പേ സ്ലിപ്പ്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം സേവ് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് അവർ ചോദിക്കുന്ന അറൈവൽ ഇൻ ദി UK ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് നമ്മൾ എന്നാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് അറൈവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിസയുടെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും അറൈവൽ ഡേറ്റ്, അത് കൊടുക്കുക. വേർ ഡിഡ് യു ഫസ്റ്റ് അറൈവ് ഇൻ ദി UK? അപ്പം ഞാൻ എൻ്റെ കേസിന് മാഞ്ചസ്റ്റർ എന്നാണ് ഫിൽ ഇൻ ചെയ്തത്. നെക്സ്റ്റ് നമ്മളോട് ട്രിപ്സ് ഔട്ട്സൈഡ് ദി UK ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ അകത്ത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം. ട്രാവൽ ഹിസ്റ്ററീനെ പറ്റി ചോദിക്കുമ്പോൾ അവർ മെയിൻലി ചോദിക്കുന്നത് കൺട്രി വിസിറ്റഡ്, റീസൺ ഫോർ ദ ട്രിപ്പ്, പിന്നെ ഡിപ്പാർച്ചർ ഡേറ്റും അറൈവൽ ഡേറ്റും ആണ്. അങ്ങനെ നമ്മൾ ഓരോ ട്രാവലിനെയും ബേസ് ചെയ്തിട്ടുള്ള ഈ 4 കാര്യങ്ങൾ എന്താ പറയുന്നത് ഇൻസേർട്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചുകൊണ്ടിരിക്കണം. അടുത്തതായി അവർ ചോദിക്കുന്നത് മെയിൻ ഹോമിനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ്, ഡു യു പ്ലാൻ ഫോർ യുവർ മെയിൻ ഹോം ടു ബി ഇൻ ദി UK ഇഫ് യുവർ ആപ്ലിക്കേഷൻ ഇസ് സക്സസ്ഫുൾ? ഞാനിവിടെ യെസ് എന്ന് കൊടുത്തു. അടുത്തതായി റെസിഡൻസ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഡു യു മീറ്റ് ദീസ് റെസിഡൻസ് റിക്വയർമെൻറ്റ്സ്. സോ ഇവിടെ കുറച്ച് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളത് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് ILR കിട്ടിയത്. അതിന് ശേഷമാണല്ലോ നമ്മൾ ഈ പറയുന്ന സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് യെസ് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആർ ദെയർ എനി റീസൺസ് വൈ യു കനോട്ട് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ടു ബിക്കം എ ബ്രിട്ടീഷ് സിറ്റിസൺ? അത് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ നോ എന്നാണ് ക്ലിക്ക് ചെയ്തത്. ഇഫ് യു ഡു നോട്ട് മീറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ടു ബിക്കം എ ബ്രിട്ടീഷ് സിറ്റിസൺ, ആർ ദെയർ എനി സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് വൈ യു തിങ്ക് ദ ഹോം സെക്രട്ടറി ഷുഡ് സ്റ്റിൽ ഗ്രാൻറ്റ് യുവർ ആപ്ലിക്കേഷൻ? ഞാൻ നോ എന്ന് തന്നെ ക്ലിക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി അതർ ഡീറ്റെയിൽസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ബി കൺസിഡേർഡ് regarding this applicant and their application to be registered as a British citizen? ഞാൻ നോ എന്നാണ് സെലക്ട് ചെയ്തത്. ആൻഡ് ഫൈനലി ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഇത്രയും നേരം ഫില്ല് ചെയ്ത് ഓരോ സെക്ഷൻ്റെ ആൻസേഴ്സ് അവർ ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. നമ്മളത് വായിച്ച് എന്തെങ്കിലും നമുക്ക് ഇനി എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു സമയമാണ്. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ആൻഡ് ദെൻ ദേ ആസ്ക് ദാറ്റ് ഇഫ് യു ഹാവ് എനി അഡീഷണൽ ആപ്ലിക്കൻസ് ദാറ്റ് യു വാണ്ട് ടു ഫയൽ അലോങ് വിത്ത് അവർ ആപ്ലിക്കേഷൻ. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ സെയിലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ആഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻസ് കുറേ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചൈൽഡ് അണ്ടർ 18 ക്ലിക്ക് ചെയ്തു. ആൻഡ് ദെൻ യു നീഡ് ടു ക്ലിക്ക് ഓൺ ദിസ് ഓപ്ഷൻ ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിസ് ആപ്ലിക്കൻറ്റ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പുതിയ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർ ചോദിക്കുന്നത് ചൂസ് വിച്ച് കാറ്റഗറി ടു അപ്ലൈ അണ്ടർ. യു ആർ എ ചൈൽഡ് അണ്ടർ 18 ആൻഡ് യു ആർ ബോൺ ഇൻ ദി UK ആൻഡ് ദി അതർ ഓപ്ഷൻ. അപ്പം ഇവിടെ സെയിലിൻ ബോൺ ഇൻ ദി UK ആയിരുന്നു, അതുകൊണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്തത്. അടുത്തതായി ചോദിക്കുന്നത് രജിസ്റ്റർ ചൈൽഡ് ആസ് ബ്രിട്ടീഷ് സിറ്റിസൺ. ആർ എയ്തർ ഓഫ് ദ പേരൻസ് ഓഫ് ദ ചൈൽഡ് അപ്ലൈയിങ് ഫോർ നാച്ചുറലൈസേഷൻ ആസ് എ ബ്രിട്ടീഷ് സിറ്റിസൺ ഓൺ ആൻ AN ഫോം? ഞാൻ എൻ്റെ കേസിൽ യെസ് എന്നാണ് കൊടുത്തത്. അപ്പം ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഐ വുഡ് സ്റ്റിൽ ലൈക്ക് മൈ ചൈൽഡ് ടു ബി രജിസ്റ്റേർഡ് ആസ് എ ബ്രിട്ടീഷ് സിറ്റിസൺ ഈവൻ ഇഫ് മൈ ഓൺ ആപ്ലിക്കേഷൻ ഫോർ ദ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഇസ് റെഫ്യൂസ്ഡ്. അവിടെ ഞാൻ യെസ് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ഹാഡ് സെറ്റിൽമെൻറ്റ് ഇൻ ദി UK? സെയിലിന് നമ്മൾ സെറ്റിൽമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നോ എന്നാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം യോർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. ദാറ്റ് ഇസ് ടൈറ്റിൽ കൊടുക്കുക, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം, ദാറ്റ് ഇസ് ഗിവൻ നെയിം ആൻഡ് ഫാമിലി നെയിം. Are you now or have you ever been known by another name? No. Do you have an immigration advisor based in UK? No എന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സെയിലിൻ്റെ ആപ്ലിക്കേഷനിൽ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ആയിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചേക്കുന്നത് വുഡ് യു ലൈക്ക് കമ്മ്യൂണിക്കേഷൻസ് ടു ബി സെൻഡ് ടു ദിസ് പെർട്ടിക്കുലർ ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ ഞാൻ അവിടെ യെസ് എന്നാണ് സെലക്ട് ചെയ്തത്. സിമിലർലി ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പർ ആയിരുന്നു സെയിലിൻ്റെ ആപ്ലിക്കേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതേ തന്നെ അവർ ചോദിക്കുന്നത് ക്യാൻ വി യൂസ് ദിസ് നമ്പർ ടു കോൺടാക്റ്റ് യു? അപ്പം ഞാൻ യെസ് എന്നാണ് ക്ലിക്ക് ചെയ്തത്. പോസ്റ്റൽ അഡ്രസ്സിൻ്റെ കാര്യവും സെയിം തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ക്യാൻ വി യൂസ് ദിസ് അഡ്രസ് ഫോർ യു എന്ന്. അപ്പം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തത് യെസ് എന്നാണ്. ഈസ് ദിസ് വേ യു ലിവ് എന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ യെസ് എന്ന് കൊടുത്തു. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ലിവിങ് അറ്റ് ദിസ് അഡ്രസ്? അപ്പം കറക്റ്റ് ഡേറ്റ് കൊടുക്കുക.
അതിനുശേഷം കറൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഹാവ് യു ലിവ്ഡ് ഇൻ ദിസ് അഡ്രസ് ഫോർ 5 years. അപ്പം നോ എന്നാണ് ഞാൻ കൊടുത്തത്. ഓട്ടോമാറ്റിക്കലി പ്രീവിയസ് അഡ്രസ്സിൻ്റെ പേജ് തുറക്കും. അവിടെ നമ്മൾ എപ്പം തുടങ്ങി എപ്പം വരെ പിന്നെ ഏത് അഡ്രസ്സിലാണ് താമസിച്ചത് എല്ലാം കൊടുക്കുക. ഓക്കെ, അടുത്ത സെക്ഷനിൽ അവർ ചോദിക്കുന്നത് വാട്ട് ഇസ് യുവർ സെക്സ് ആസ് ഷോൺ ഇൻ യുവർ പാസ്പോർട്ട് ഓർ ട്രാവൽ ഡോക്യുമെൻറ്റ്. ഇവിടെ ഞാൻ ഫീമെയിലിന് സെലക്ട് ചെയ്തു. ആൻഡ് ദെൻ വാട്ട് ഇസ് യുവർ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്. അപ്പം സിംഗിൾ. ഓക്കെ, പിന്നെ അവർ ചോദിക്കുന്നത് നാഷണാലിറ്റീനെയും ഡേറ്റ് ഓഫ് ബർത്തിനെ പറ്റിയിട്ടൊക്കെയാണ്. സോ അതൊക്കെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ കൺട്രി ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്നാണ് ഞാനിവിടെ കൊടുത്തത്. പിന്നെ പ്ലേസ് ഓഫ് ബർത്തും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹാരോഗേറ്റ് എന്നാണ് കൊടുത്തത്. നെക്സ്റ്റ് സെക്ഷനിൽ അവർ ചോദിക്കുന്നത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റിനെ പറ്റിയിട്ടാണ്. സോ ഡസ് സെയ്ലൻ ജോൺ ഹാവ് എ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. ഇവിടെ ഞാൻ നോ എന്നാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ചോദിക്കുന്നത് യുവർ പാസ്പോർട്ട്, ദാറ്റ് ഇസ് കെൻ യു പ്രൊവൈഡ് എ വാലിഡ് പാസ്പോർട്ട്. അപ്പം സെയ്ലിൻ്റെ കേസിൽ നമുക്കൊരു ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് നമ്പറും അതിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റീനെ പറ്റിയിട്ട് കൊടുക്കുക. പിന്നെ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ വാലിഡ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്. നോ എന്നാണ് സെലക്ട് ചെയ്തത്. നാഷണൽ ഇൻഷുറൻസ് നമ്പറിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് വാട്ട് ഇസ് യുവർ കറൻറ്റ് നാഷണൽ ഇൻഷുറൻസ് നമ്പർ. ഐ ഡു നോട്ട് ഹാവ് എ നാഷണൽ ഇൻഷുറൻസ് നമ്പർ എന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് സെക്ഷനിൽ പേരൻറ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. സോ വിച്ച് പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ വുഡ് യു ലൈക്ക് ടു ആഡ് ഡീറ്റെയിൽസ് അബൌട്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം മദർ എന്നാണ് സെലക്ട് ചെയ്തത്. ദിസ് ഇസ് മൈ ബയോളജിക്കൽ പേരൻ്റ് എന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് മദറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ദാറ്റ് ഇസ് ടൈറ്റിൽ കൊടുക്കുക, ഗിവൻ നെയിം, ഫാമിലി നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൗൺ ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത് എല്ലാം കൊടുത്ത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ. ഡസ് യുവർ പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഷെയർ യുവർ അഡ്രസ്, ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ. യെസ് എന്ന് ക്ലിക്ക് ചെയ്തു. ദെൻ കംസ് വാട്ട് ഇസ് യുവർ പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻസ് കൺട്രി ഓഫ് നാഷണാലിറ്റി. ഞാൻ അവിടെ ഇന്ത്യൻ എന്നാണ് സെലക്ട് ചെയ്തത്. ഹാവ് യു ഓൾവേസ് ഹാഡ് ദ സെയിം നാഷണാലിറ്റി. യെസ് എന്ന് ക്ലിക്ക് ചെയ്തു. Then they ask about the next parent. Do you have another person with parental responsibility? Yes, ക്ലിക്ക് ചെയ്തു. അവിടെ ഞാൻ ഫാദറിന് ക്ലിക്ക് ചെയ്തിട്ട് ദിസ് ഇസ് മൈ ബയോളജിക്കൽ പേരൻറ്റ് ക്ലിക്ക് ചെയ്തു. അഗെയിൻ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഫാദറിൻ്റെ ഡീറ്റെയിൽസ് ആണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ദാറ്റ് ഇസ് ടൈറ്റിൽ വരും, ഗിവൻ നെയിം, ഫാമിലി നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൗൺ ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് യുവർ പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഷെയർ യുവർ അഡ്രസ്, ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ. യെസ് എന്നാണ് ഞാൻ കൊടുത്തത്. വാട്ട് ഇസ് യുവർ പേരൻറ്റ്സ് നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. ഹാവ് ദേ ഹാഡ് ദ സെയിം നാഷണാലിറ്റി. യെസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആഡ് അനദർ പേരൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നോ എന്നാണ് ക്ലിക്ക് ചെയ്തത്. നെക്സ്റ്റ് ചോദിക്കുന്നത് പേരൻറ്റ്സ് മാരേജിനെ പറ്റിയിട്ടാണ്. ഐ യുവർ പേരൻറ്റ്സ് മാരിഡ് ഓർ ഇൻ എ സിവിൽ പാർട്ട്ണർഷിപ്പ്. യെസ് എന്ന് ക്ലിക്ക് ചെയ്തു. ഡേറ്റ് ഓഫ് പേരൻറ്റ്സ് മാരേജ് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. Then comes, was your biological mother married at your time of birth? Yes എന്നാണ് ഞാൻ കൊടുത്തത്. ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോപ്പപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് നെയിം ഓഫ് ബയോളജിക്കൽ മദേഴ്സ് പാർട്ട്ണർ അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത്. അപ്പോൾ അവിടെ നമ്മുടെ പേരൻറ്റിൻ്റെ പേര് കൊടുക്കുക. ഡു യു ലിവ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ഓർ എ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി. യെസ് എന്ന് കൊടുത്തു. വിച്ച് കൺട്രി വിൽ യു ലിവ് ഇഫ് ദിസ് ആപ്ലിക്കേഷൻ ഇസ് സക്സസ്ഫുൾ. ഞാൻ അവിടെ യുണൈറ്റഡ് കിങ്ഡം തന്നെയാണ് കൊടുത്തത്. ഇനി അങ്ങോട്ട് റെഫറീസിനെ പറ്റിയിട്ടാണ് ചോദ്യങ്ങൾ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് രണ്ട് റെഫറീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് റെഫറിയുടെയും സെക്കൻഡ് റെഫറിയുടെയും ക്രൈറ്റീരിയാസ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് റെഫറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലിൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് റെഫറിയുടെ ഡീറ്റെയിൽസ് ഫില്ലിൻ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ സെക്കൻഡ് റെഫറിയുടെ ഒരു ക്ലിപ്പ് മിസ് ഔട്ട് ആയിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി സെക്കൻഡ് റെഫറി ഉള്ളതാണ് കേട്ടോ. പിള്ളേരുടെ ബയോമെട്രിക്സ് കണ്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ അഡൽട്ട് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഫാദറിനാവാം മദറിനാവാം. ഇവിടെ സെയിലിൻ്റെ കേസിൽ എൻ്റെ ആപ്ലിക്കേഷനും കൂടി വെക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ബയോമെട്രിക്സ് ഒരേ ദിവസം കണ്ടക്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് എൻ്റെ പേരാണ് ഞാൻ സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഇസ് മിസ്സസ് സോണിയ വർഗീസ് യുവർ പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ. യെസ് എന്ന് ക്ലിക്ക് ചെയ്തു. Do you have any other details that you would like to be considered regarding this applicant and their application to be registered as a British citizen? No എന്നാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. Have you applied for a fee waiver for this application? A fee waiver allows you to apply without paying application fees. അപ്പോൾ ഞാൻ no എന്നാണ് ഇവിടെ സെലക്ട് ചെയ്തത്.
ഫൈനലി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് പേജിൽ വന്നിരിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഇസ് ചെക്ക് യുവർ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പിന്നെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓൺ ദി എക്സ്ട്രീം റൈറ്റ് ഇറ്റ് ഹാസ് ചേഞ്ച് ഓപ്ഷൻ. ഓക്കെ, സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഗൻസ്റ്റിലുള്ള ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷൻ ഓപ്പൺ ആയി വരും, ആൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ ആൻസർ. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, വൺസ് ഇറ്റ്സ് ഓൾ ഡൺ, യു കം ടു ദി എൻഡ് ഓഫ് ദി ആപ്ലിക്കേഷൻ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രണ്ട് ആപ്ലിക്കേഷൻസിൻ്റെയും താഴെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇനി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലോട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ്റെയും ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ എഗൻസ്റ്റും നമ്മൾ ടിക്ക് ചെയ്ത് വിടുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർ ചോദിക്കുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പം രണ്ട് ആപ്ലിക്കൻസിൻ്റെയും കളർ കോപ്പീസ് ഓഫ് ഓൾ ദ പേജസ് ഓഫ് ദ പാസ്പോർട്ട്. ഓക്കെ, അപ്പം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കളർ കോപ്പീസ് ആയിട്ടുള്ള ഫുൾ ബുക്കിൻ്റെ എന്താ പറയുന്നത് PDF ആണ് വേണ്ടിയത്, ഇൻക്ലൂഡിങ് ബ്ലാങ്ക് പേജസ്, ആൻഡ് ദ കോപ്പീസ് മസ്റ്റ് ബി ഇൻ പേജ് ഓർഡർ. ഓക്കെ, അത് രണ്ടും വേണം. സെയിലിൻ്റെ പേരൻ്റൽ റെസ്പോൺസിബിലിറ്റി പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് പ്രൊവൈഡ് ചെയ്യണം, വിച്ച് ഇസ് ബർത്ത് സർട്ടിഫിക്കറ്റ്. എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ UKVIയുടെ ഒരു സർട്ടിഫിക്കറ്റും വെച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് പ്രൂവ്ഡ് ദാറ്റ് മൈ ഡിഗ്രി വാസ് ഇക്വലൻറ്റ് ടു ദ ഡിഗ്രി ഹിയർ. അപ്പം അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസിയുടെ പ്രൂഫാണ്. അതിന് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് BRP ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചേക്കുന്നത് മിസ് സെയിലിൻ ജോൺസ് പേരൻറ്റ്സ് മാരേജ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മളതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് പ്രൂഫ് ഓഫ് ലിവിങ് ഇൻ ദി UK ഫോർ സോണിയ വർഗീസ് ഫോർ 5 years. അപ്പം 5 yearsൻ്റെ കൗൺസിൽ ടാക്സ് ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബിഗ്ഗസ്റ്റ് പ്രൂഫ് അല്ലേ വിത്ത് ഓൾ ദി അഡ്രസ്സസ്. അപ്പം അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവർ ചോദിക്കുന്നത് 2 sets ഓഫ് റെഫറീസ് ഫോർ 2 applicants. ഓക്കെ, അപ്പം ഫസ്റ്റ് റെഫറി ആൻഡ് സെക്കൻഡ് റെഫറി ഫോർ ഫസ്റ്റ് ആപ്ലിക്കൻറ്റ് ആൻഡ് ദ സെക്കൻഡ് ആപ്ലിക്കൻറ്റ്. അപ്പം അതും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. Providing your documents, you must provide your documents after you submit your applications. These can be originals or copies. Any passports provided must be originals. Okay, അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി റെഫറി ഡിക്ലറേഷനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഇസ് 2 referees മസ്റ്റ് ഫിൽ ഇൻ ആൻഡ് സൈൻ ഡിക്ലറേഷൻസ് ഫോർ ഈച്ച് ആപ്ലിക്കേഷൻ യു ആർ മേക്കിംഗ്. സോ ദാറ്റ് ഇസ് ഡിക്ലറേഷൻ ഓഫ് റെഫറി 1, ഡിക്ലറേഷൻ ഓഫ് റെഫറി 2. ഈ രണ്ട് ഡോക്യുമെൻറ്റ്സും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റെഫറിയുടെ കയ്യിൽ കൊടുത്ത് അവരുടെ സിഗ്നേച്ചർ എടുക്കുക, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതിന് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ആ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും, ആൻഡ് ഈ ഒരു പേജിനെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക, നമ്മുടെ ഫോട്ടോഗ്രാഫ് അവിടെ ഗ്ലൂ ചെയ്ത് വെക്കുക, എന്നിട്ട് റെഫറിയുടെ കൈ കൊടുക്കുക. അവർ ആ ഫുൾ പേജ് വായിക്കും. സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് റെഫറിയെ പറ്റി എഴുതിയേക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, അവർ ഇതെല്ലാം വായിച്ചതിന് ശേഷം അവരുടെ ഫുൾ നെയിം, സിഗ്നേച്ചർ ആൻഡ് ഡേറ്റ്, ഇത്രയും സാധനങ്ങൾ ഫിൽ ഇൻ ചെയ്യുക. ഇത് എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് റെഫറി 2യുടെ ഡിക്ലറേഷൻ ഫോം. ഓക്കെ, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഒരു ടിക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഗിവ് ഡിക്ലറേഷൻസ് ഫ്രം ഈച്ച് റെഫറീസ് ഫോർ ഓൾ ആപ്ലിക്കേഷൻസ് ബീയിങ് മെയ്ഡ് കൺഫേമിംഗ് ദേ ആർ ക്വാളിഫൈഡ് ടു ആക്ട് ആസ് എ റെഫറി ആൻഡ് ദാറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ആപ്ലിക്കൻസ് ഗിവൻ ഇൻ ദി ആപ്ലിക്കേഷൻ ആർ കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് ദ റെഫറീസ് നോളജ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷമേ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഓക്കെ, അത് again a tick box ആണ്. I understand the date of my application will be the date the Home Office receives it and calculations will normally be made on that basis. അടുത്തത് പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഡിക്ലറേഷനാണ് കേട്ടോ. അപ്പം ഇതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ഫസ്റ്റാണ് ചൂസ് ചെയ്തത്. ദാറ്റ് ഇസ് ഐ കൺഫേം ദാറ്റ് ഐ എം എൻ ആപ്ലിക്കൻറ്റ് ആൻഡ് ഐ എം ഓതറൈസ്ഡ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദി അതർ ആപ്ലിക്കൻറ്റ്സ് ആൻഡ് ഹാവ് ഡിസ്കസ്ഡ് ആൻഡ് കൺഫേംഡ് ദ കോണ്ടൻറ്റ്സ് ഓഫ് ദിസ് ആപ്ലിക്കേഷൻ വിത്ത് ദെം. ഓക്കെ, എന്നിട്ട് ഐ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. Now that directs us to the next page, which is check your answers. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. നൗ കംസ് പേയ്മെൻറ്റ്. ഓക്കെ, ചൂസ് എ സർവീസ്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് നാച്ചുറലൈസേഷൻ്റെ ആപ്ലിക്കേഷന് നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, വിച്ച് ഇസ് സ്റ്റാൻഡേർഡ് സർവീസ്. ആൻഡ് ഞാൻ എൻ്റെയും സെയിലിൻ്റെയും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് 2949 എന്ന് വരുന്നത്. അഡൽട്ട് ആപ്ലിക്കേഷൻ മാത്രം 1800 pounds ആണ് വരുന്നത് കേട്ടോ, നിയർലി. പിന്നെ ചിൽഡ്രൻ്റെ വരുമ്പം 1200 സംതിങ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് സർവീസിൻ്റെ സമയം എന്ന് പറയുമ്പം 6 months ആണ് എടുക്കുന്നത് കേട്ടോ, മിനിമം 6 months. ഇതിനുള്ളിൽ സാധാരണ 2-3 monthsനകത്ത് കിട്ടാറുണ്ട്. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയി കിട്ടിയത് 4 monthsനുള്ളിലാണ്. ദാറ്റ് ഇസ് 3 months ആൻഡ്
3 weeks. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു കൺഫർമേഷൻ ഇമെയിലൊക്കെ വരും കേട്ടോ. ഫോളോയിങ് ദ പേയ്മെൻറ്റ് ഫർദർ ആക്ഷൻസ് യു മസ്റ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് വരുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് മാൻഡേറ്ററി ആയിട്ടുള്ള ആക്ഷനാണ് റെഫറീസിൻ്റെ ഡിക്ലറേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക. അതിന് തൊട്ട് താഴെ തന്നെ നമ്മൾ ബയോമെട്രിക്സിനുള്ള ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ് ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് ഇത്രയും സമയത്തിനുള്ളിൽ വേണം നമ്മൾ ഈ ബയോമെട്രിക്സ് ചെയ്യാനായിട്ട്. അപ്പം എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡേറ്റ് എടുക്കുക, പോയി എന്താ പറയുന്നത് ബയോമെട്രിക്സ് കൊടുക്കുക. ആൻഡ് അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവുന്നത്. മനസ്സിലായോ? കംപ്ലീറ്റഡ് ആയിട്ട് സബ്മിറ്റ് ആവുന്നത് അന്ന് തുടങ്ങിയാണ് പിന്നെ നമ്മുടെ 6 months ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ബയോമെട്രിക്സ് എടുക്കുക. ബുക്ക് യുവർ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സിൻ്റെ വെബ്സൈറ്റിലോട്ട് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. അവിടെയാണ് പിന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പോർട്ടലും ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ആയതുകൊണ്ട് അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക ബയോമെട്രിക്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുക. നമ്മുടെ അടുത്തുള്ള സെൻറ്റർ എന്ന് പറയുമ്പോൾ ലീഡ്സാണ്. പക്ഷേ ഞങ്ങൾക്ക് ഫെബ്രുവരി ലാസ്റ്റ് വരെ ലീഡ്സിൽ ഡേറ്റ്സേ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കുറച്ചും കൂടെ മാറി എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മൾ പീറ്റർബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ബയോമെട്രിക്സിന് ബുക്ക് ചെയ്തത്. One thing to keep in mind is before your biometrics appointment, make sure you upload all the documents required. Okay, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി കാര്യം കഴിഞ്ഞിട്ടി. ഇനി പിന്നെയുള്ള ബയോമെട്രിക്സ് ആണ്. അന്നത്തെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അവിടെ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നു. പിന്നെ വെയിറ്റ് ഫോർ ദ ഡിസിഷൻ. ദാറ്റ്സ് ഓൾ. എല്ലാം ശരിയാവും. നിങ്ങൾ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇറ്റ്സ് നോട്ട് സംതിങ് ദറ്റ് യു കാൺ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലീഗലി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് റിയലി സജസ്റ്റ് യു ടു ഗോ സീക്ക് ഫോർ ലീഗൽ advice. And that's it. I'll come back with another informative vlog. Okay, until then, take care. God bless and bye.